സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരുങ്ങുന്ന ജനതയോട് ഭയാനകമായ ഇന്ത്യ വിഭജന സ്മരണയുണർത്തുന്ന വിഭജന ഭീതി ദിനം ആചരിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. സ്വാതന്ത്ര്യ ദിനത്തലേന്ന് ഒരു കരിങ്കൊടി ഉയർത്തുന്നതുപോലെയായി അത്. ഇന്ത്യ വിഭജനം ചരിത്രത്തിൽ നിന്ന് കീറിക്കളയാനാകാത്ത കറുത്ത യാഥാർത്ഥ്യമാണ്. ആവർത്തിക്കാതിരിക്കാനും മതവിദ്വേഷത്തെ ചെറുക്കാനും അത് പഠിക്കേണ്ടതുമാണ്. അതിനപ്പുറമുള്ള എഴുന്നള്ളിപ്പിന്റെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടും. ഇരകളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ സ്വബോധമുള്ള ആരും വിഭജനകാല ഹിംസയെ ന്യായീകരിക്കുന്നില്ലെന്നും ഓർക്കണം. വിഭജന ദിനാചരണത്തിലല്ല, ഉള്ളടക്കത്തിൽ വിഭജനമുണ്ടോ എന്നതിലാണ് ആശങ്ക. ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന സർക്കുലറാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാർക്ക് നൽകിയത്. എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. സർവകലാശാലകൾക്ക് വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും വിഭജനത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. 2021-ൽ ഈ ആശയവുമായി എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കഴിഞ്ഞ വർഷം UGCയും സമാന നിർദ്ദേശം നൽകിയിരുന്നു. ഇതാണ് കേരളത്തിലും നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇത് ഭിന്നിപ്പിനും ധ്രുവീകരണത്തിനുമുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആൾക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുമ്പോൾ വിഭജനകാല അതിക്രമങ്ങൾ ഏകപക്ഷീയമായിരുന്നില്ലെങ്കിലും ഇന്ന് വർഗീയ താൽപര്യങ്ങളുള്ളവർക്ക് അതിന്റെ സ്മരണ ഏകപക്ഷീയമായി ഉപയോഗിക്കാനാകും. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടയാണെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണം ഗൗരവമുള്ളതാണ്. ഇനി അതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ നെടുനായകത്വം അപ്രസക്തമാക്കാനുള്ള അപകർഷതാബോധമാണെങ്കിൽ അത് വില കുറഞ്ഞ ഏർപ്പാടാണ്. അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം, വിഭജന ദുരന്തം പഠിച്ചാൽ മതി. ഇന്ത്യ വിഭജനം ആവശ്യമായിരുന്നോ അല്ലയോ എന്നതിൽ ചർച്ചകളും തർക്കങ്ങളുമുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം സ്വന്തം ചുമലിൽ നിന്ന് ഇറക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങളും സജീവമാണ്. പക്ഷേ 1947-ൽ ബ്രിട്ടീഷുകാർ ഒരുക്കങ്ങളില്ലാതെ വിഭജനം പ്രഖ്യാപിച്ചതും പ്രത്യാഘാതങ്ങൾ അവഗണിച്ചതും ലോകത്തിന് മാതൃകയായ അഹിംസാ സമരത്തിൽ പങ്കെടുത്തവരെ മണിക്കൂറുകൾക്കകം ഹിംസയിലേക്ക് എടുത്തെറിഞ്ഞതും തർക്കമില്ലാത്ത കാര്യമാണ്. 1947 ജൂലൈ 18-ന് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരമായിരുന്നു ഇന്ത്യ പാക് വിഭജനം. ഏകദേശം 1.5 കോടിയിലധികം ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളും അതിർത്തി കടക്കാൻ പരക്കം പായുകയായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. വിഭജന സമയത്ത് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തവരുടെ എണ്ണത്തിനൊന്നും കൃത്യമായ കണക്കില്ലെങ്കിലും 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആയിരിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഇന്നും തൊട്ടാൽ ചോര പൊടിയുന്ന അതിർത്തിയില്ലാത്ത മുറിവാണത്. നാസികൾ നടത്തിയ വംശഹത്യയുടെ ഓർമ്മ ആചരിക്കാം, കാരണം അതിൽ ഇരയും വേട്ടക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ വിഭജനത്തിൽ ഇരുപക്ഷത്തും ഇരകളും വേട്ടക്കാരുമുണ്ട്. മതത്തിന്റെ പേരിൽ സഹപൗരന്മാർ ഏറ്റുമുട്ടിയത് ഇരുകൂട്ടരും ചേർന്ന് എങ്ങനെ ആചരിക്കും? വിഭജന ഭീതി ദിനമെന്ന വിശേഷണം പോലും ഭീതിപ്പെടുത്തുന്നതാണ്. വിഭജനത്തിന്റെ ദുരിതങ്ങൾ പേറിയ ഹിന്ദു മുസ്ലിം സഹോദരങ്ങളുടെ അനന്തര തലമുറകൾ ഒന്നിച്ചു കഴിയുന്നതിനിടെ ഇത് വേണോ? രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവരെയും ജന്മദേശങ്ങളിൽ നിന്ന് പിഴുതെറിയപ്പെട്ടവരെയും അനുസ്മരിക്കാനാണെങ്കിൽ നമുക്കിതിനെ വിഭജന ഭിന്നിപ്പിക്കൽ വിരുദ്ധ ദിനമായി ആചരിക്കാം. പരസ്പരം ക്ഷമ ചോദിക്കാം, ക്ഷമിച്ചെന്ന് പറയാം. മനസ്സിലെ അതിർത്തികൾ മായ്ക്കാൻ കൈകോർത്തു നിന്ന് ഐക്യപ്രതിജ്ഞയെടുക്കാം. ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാതെ നാനാത്വത്തിലെ ഏകത്വത്തിലൂന്നിയ രാഷ്ട്രീയ നിർമ്മിതിക്കായി ഉപയോഗിക്കാം. അതാണ് ദേശസ്നേഹം. ഭീതി ദിനങ്ങൾ 1947-ൽ കഴിഞ്ഞു. അതിന്റെ സ്മരണയിൽ ഇനി വേണ്ടത് ഐക്യദിനമാണ്.